തിരുവല്ലം കസ്റ്റഡി മരണത്തിൽ സിബിഐ കുറ്റപത്രം സമർപ്പിച്ചു. കുറ്റകരമല്ലാത്ത നരഹത്യ ചുമത്തിയാണ് കുറ്റപത്രം സമർപ്പിച്ചത്. സുരേഷ് വി നായർ, വിപിൻ പ്രകാശ്, സജികുമാർ, വിനു എന്നിവരാണ് പ്രതികൾ. തിരുവനന്തപുരം സിജിഎം കോടതിയിലാണ് കുറ്റപത്രം നൽകിയത്. ഇവരുമായി ടിൻഡുദാസ് ചേരുകയാണ്. ടിൻഡു, കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ്. മറ്റ് വിശദാംശങ്ങൾ കൂടി. തിരുവല്ലം കസ്റ്റഡി മരണവുമായി ബന്ധപ്പെട്ട് സിബിഐ വിചാരണയ്ക്ക് വേണ്ടി പോലീസ് ഉദ്യോഗസ്ഥരെ വിചാരണ ചെയ്യണമെന്നാവശ്യപ്പെട്ട് കോടതിയിൽ അപേക്ഷ നൽകിയിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഈ കസ്റ്റഡി മരണവുമായി ബന്ധപ്പെട്ട തിരുവല്ലം സ്റ്റേഷനിൽ അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരെ വിചാരണ ചെയ്തിരുന്നു, അല്ലെങ്കിൽ ചോദ്യം ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് തിരുവനന്തപുരം സിജിഎം സിബിഐ കോടതിയിൽ കുറ്റപത്രം നൽകിയത്. കുറ്റപത്രത്തിൽ കുറ്റകരമല്ലാത്ത നരഹത്യയാണ് ചുമത്തിയിട്ടുള്ളത്. തിരുവനന്തപുരം പോലീസ് സ്റ്റേഷൻ സിഐ ആയിരുന്ന സുരേഷ് വി നായർ, അതോടൊപ്പം തന്നെ SI വിപിൻ പ്രകാശ്, ഗ്രേഡ് SI സജികുമാർ, വിനു എന്നിവരാണ് നിലവിൽ പ്രതികൾ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കുറ്റകരമല്ലാത്ത നരഹത്യ ചുമത്തിയായിരുന്നു കേസ് എടുത്തിട്ടുള്ളത്. 2022 ഫെബ്രുവരി 28 ഇത്തരത്തിൽ ഈ പ്രതിയെ അറസ്റ്റ് ചെയ്തതിനു ശേഷം ദമ്പതികളെ ആക്രമിച്ച കേസിലാണ് തിരുവല്ലം പോലീസ് സുരേഷ് കുമാറിനെ കസ്റ്റഡിയിലെടുത്തത്. പക്ഷെ ഈ കസ്റ്റഡിയിൽ എടുക്കുന്ന സമയത്തും അതിനുശേഷം തന്നെ കസ്റ്റഡിയിൽ എടുത്തതിനു ശേഷം വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നില്ല. തുടർന്നാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയതും. അറസ്റ്റിന് ശേഷം മറ്റു നടപടികൾ പൂർത്തിയാക്കി വിട്ടുകൊടുത്തതിനു ശേഷം, അല്ലെങ്കിൽ പ്രതിയെ ജയിൽ മോചിതനാക്കിയതിനു ശേഷമാണ് സുരേഷ് കുമാർ മരണപ്പെടുന്നത്. ഈ മരണവുമായി ബന്ധപ്പെട്ട് ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും ഭാഗത്തു നിന്നും കസ്റ്റഡി മരണമാണെന്ന ആരോപണം വന്നിരുന്നു. തുടർന്നായിരുന്നു അന്വേഷണങ്ങൾ നടന്നത്. അന്വേഷണത്തിൽ ഇത്തരത്തിൽ സുരേഷ് കുമാറിനെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നില്ല. ആ സമയത്ത് തന്നെ വകുപ്പ് തല അന്വേഷണം ഉൾപ്പെടെ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് വന്നിരുന്നു. തുടർന്നാണ് ഈ വിഷയം സിബിഐ ഏറ്റെടുക്കുന്നതും അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെ ഇത്തരത്തിൽ വിചാരണ ചെയ്യണം, അല്ലെങ്കിൽ ചോദ്യം ചെയ്യണമെന്ന് നടപടിയിലേക്ക് എത്തിയതും. എന്തായാലും 3 വർഷം പിന്നിടുമ്പോൾ മനഃപൂർവ്വമല്ലാത്ത അല്ലെങ്കിൽ കുറ്റകരമല്ലാത്ത നരഹത്യയ്ക്ക് അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന CI, അതുപോലെ തന്നെ SI ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരെ കുറ്റക്കാരാക്കി ഉൾപ്പെടുത്തിക്കൊണ്ട് നിലവിൽ ഇപ്പോൾ കുറ്റപത്രം നൽകിയിട്ടുള്ളത്.